നല്ല ശീലങ്ങൾ, ദുശീലങ്ങൾ, ഇങ്ങനെ രണ്ടു തരം ശീലങ്ങളെ പറ്റി നമുക്കറിയാം. യഥാർത്ഥത്തിൽ ശീലങ്ങൾ മനുഷ്യ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. നല്ല ശീലങ്ങൾ മനുഷ്യ വ്യക്തിയെ നല്ല രീതിയിലും, ചീത്ത ശീലങ്ങൾ വ്യക്തികളെ ചീത്ത രീതിയിലും രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അടുത്ത സമയത്ത് ഒരു പിതാവ് തന്റെ മകനോട് ചോദിച്ചു, മോനെ, നീ ഇന്ന് രാവിലെ എക്സർസൈസ് ചെയ്തോ? അപ്പോൾ ആ മകൻ പറഞ്ഞു, ഏയ്, എനിക്ക് അങ്ങനത്തെ ദുശീലങ്ങളൊന്നുമില്ല. അല്പം തമാശയായിട്ടാണ് ആ പയ്യൻ പറഞ്ഞതെങ്കിലും നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം, എന്താണ് നല്ല ശീലം, എന്താണ് ദുശീലമെന്ന് പല മനുഷ്യർക്കും കൃത്യമായ തോതിൽ അറിയില്ല. എന്താണ് കാരണം? കാരണം ദുശീലങ്ങളുടെ അതിപ്രസരം, ദുശീലങ്ങൾ ഇന്നത്തെ ലോകത്ത് ധാരാളം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലരും കൺഫ്യൂഷനിലാണ്. ഏതാണ് നല്ല ശീലം, ഏതാണ് ദുശീലമെന്ന് കൃത്യമായ രീതിയിൽ വേർതിരിച്ചറിയാൻ പാടില്ലാത്ത വിധം ദുശീലങ്ങളുടെ ആധിക്യം ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ശീലങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിൽ ഒരു അതിപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ശീലങ്ങൾ, ഹാബിറ്റ്സ് ആണ് ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നത്. ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം സ്വഭാവത്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ക്യാരക്ടറിലേക്ക്. ക്യാരക്ടർ ലീഡ്സ് ടു ഡെസ്റ്റിനി, ഭാവിയിലേക്ക്. അതായത് ശീലങ്ങൾ പെരുമാറ്റത്തിലേക്കും, പെരുമാറ്റം സ്വഭാവത്തിലേക്കും, സ്വഭാവം അവനവന്റെ ഭാവിയെ നിർണയിക്കുന്ന അതിശക്തമായ ഘടകങ്ങളിലേക്കും, ജീവിത ഘടകങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. അതാണ് ശീലങ്ങളുടെ ആ ഒരു പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക അല്പം പ്രയാസമായ കാര്യമാണ്. എനിക്ക് പരിചയമുള്ള ഒരു പ്രൈവറ്റ് ബസ് കണ്ടക്ടറെ ഞാൻ ഒരിക്കൽ കാണുകയുണ്ടായി. കുറെ നാളുകൾക്ക് മുൻപ് തൊട്ടേ അദ്ദേഹം പ്രൈവറ്റ് ബസ് കണ്ടക്ടറാണ്. ആരംഭ കാലഘട്ടങ്ങളിൽ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ആ കണ്ടക്ടർ ടിക്കറ്റ് എടുപ്പിക്കുമ്പോൾ ഇവിടെ 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 എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തെ വീണ്ടും കണ്ടപ്പോൾ ഞാൻ കണ്ടു, ബസ്സിൽ അദ്ദേഹം വെറുതെ നിൽക്കുകയാണ്, ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ആരുമില്ല. എന്നിട്ടും അദ്ദേഹം അറിയാതെ തന്നെ പറയുന്നു, ഇവിടെ 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 എന്ന്. വേറൊരു സംഭവം പറയാം. ഒരു മരപ്പണിക്കാരനായ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അയാൾ ശബരിമലയ്ക്ക് പോകുന്നതിന് വേണ്ടി വ്രതം നോക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ മുടി നീണ്ട് വളർന്നു. അയാൾ പണി ചെയ്യുമ്പോൾ, കൊട്ടോടിയം ഉപയോഗിച്ച് പണി ചെയ്യുമ്പോൾ മുടി മുന്നിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ മുടി മുന്നിലേക്ക് വരുന്നത് മാറ്റാൻ വേണ്ടി അയാൾ തല വെട്ടിക്കുമായിരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അയാൾ മലയ്ക്ക് പോയിട്ട് വന്നു, മുടി വെട്ടിമാറ്റി. എന്നിട്ടും മുടി ഉണ്ട് എന്നുള്ള ആ ഒരു ധാരണയിൽ, മുടി ഇല്ലാതിരുന്നിട്ട് പോലും അയാൾ പണി ചെയ്യുമ്പോൾ അറിയാതെ തന്നെ തല വെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നാം ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ആ ദുശീലങ്ങളിൽ നിന്നും നാം മാറി പോകണമെങ്കിൽ വളരെ വലിയ പ്രയാസമാണ്. അവിടെയാണ് ദൈവത്തിന്റെ ശക്തി നമുക്ക് തുണയായിട്ടെത്തുന്നത്. കാരണം സർവശക്തനും ലോകത്തിന്റെ മുഴുവനും നിയന്ത്രിതാവുമായ കർത്താവ് നമ്മോട് ഇവിടെ ഉള്ളപ്പോൾ, അവിടുന്ന് നമ്മുടെ പടകിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, അവിടുത്തെ നാം വിളിച്ചുണർത്തുമ്പോൾ, അവിടുന്ന് നമ്മോട് പറയുന്നു, നിന്റെ ദുശീലങ്ങളെ മാറ്റിയെടുക്കുവാൻ എനിക്ക് ശക്തിയുണ്ട് എന്ന് കർത്താവ് പറയുന്നു. നാം ഒന്ന് കർത്താവിനെ തട്ടി ഉണർത്തിയെടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ദുശീലങ്ങൾക്ക് അടിമപ്പെടാതെ നല്ല ശീലങ്ങൾക്ക് അടിമപ്പെടുവാൻ, അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ സ്വായത്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്ന വ്യക്തികൾ പല രീതിയിലാണ് സമൂഹത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ പല രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നത്. അവരെ എല്ലാവരും നല്ല രീതിയിൽ കാണുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് നാം സാധാരണ പറയാറുള്ളത് പോലെ തന്നെ മാനഹാനിയും പണനഷ്ടവും എല്ലാം ഉണ്ടാകുന്നുണ്ട്.
മദ്യപാനം, പുകവലി, അങ്ങനെ ഒരുപാട് ദുശീലങ്ങളെ പറ്റി നാം കേട്ടിട്ടുണ്ട്. അവർക്കെല്ലാം പണം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മാനഹാനി സംഭവിക്കുന്നുണ്ട്. അടുത്ത സമയത്ത് എവിടെയോ വായിച്ച ഒരു കഥ ഞാൻ ഓർമ്മയിൽ വരുന്നു. ഒരു ബാറിൽ ഒരു മനുഷ്യൻ കുടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കുറെ നേരം കുടി കഴിഞ്ഞ് അയാൾ ഉറങ്ങിപ്പോയി. അവിടെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന അയാളെ സമയം ഒരുപാടായതിനാൽ ബാറിലെ സപ്ലയർ വന്ന് വിളിച്ചുണർത്താൻ നോക്കി. പെട്ടെന്ന് അയാളൊന്ന് ഉണർന്ന് എഴുന്നേറ്റിട്ട് എന്തോ ചെയ്തു, സപ്ലയർ മടങ്ങിപ്പോയി. കുറെ നേരം കഴിഞ്ഞ് സപ്ലയർ വീണ്ടും വന്നു, ഇതുപോലെ തന്നെ എന്തോ ചെയ്തു, മടങ്ങിപ്പോയി. ഇത് കുറെ തവണ ആവർത്തിച്ചു. സമയം ഒരുപാടായി, അർദ്ധരാത്രിയോടായി അടുത്തു. ബാറിന്റെ മാനേജർ സപ്ലയറോട് പറഞ്ഞു, ആ മനുഷ്യൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്, അയാളെ എഴുന്നേപ്പിച്ചു വിട്. സപ്ലയർ പറഞ്ഞു, വേണ്ട സാർ, അയാൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, വേണമെങ്കിൽ ഞാനും കൂടെ അയാൾക്ക് കൂട്ടിരുന്നോളാം. മാനേജർക്ക് അതിശയമായി. മാനേജർ ചോദിച്ചു, എന്താ അയാൾ തന്റെ റിലേറ്റീവോ വല്ലതുമാണോ? സപ്ലയർ പറഞ്ഞു, റിലേറ്റീവ് ഒന്നുമല്ല സാർ. പിന്നെ എന്താ കാര്യം? കാരണം ഞാൻ എപ്പോ പോയി വിളിക്കുന്നോ, ഞാൻ കുറെ തവണ വിളിക്കുന്ന സമയത്തെല്ലാം ആ പാവം പിടിച്ച മനുഷ്യൻ ബിൽ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കണേ, അയാൾ പോലും അറിയാതെ അയാളുടെ കീശയിലെ പണം ചോരുന്ന വഴി. ഏത് ദുശീലങ്ങൾ കടിമപ്പെട്ടാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നാം പോലും അറിയാതെ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നു. ഈ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതോ ഈ നഷ്ടങ്ങളുടെ പരിണത ഫലങ്ങളോ ഒന്നും തന്നെ നാം മനസ്സിലാക്കാറ് പോലുമില്ല. എന്നാൽ നല്ല ശീലങ്ങൾ ഉണ്ടാകുമ്പോൾ, ദിവസവും രാവിലെ നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ദിവസവും രാവിലെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, നാം അറിയാതെ തന്നെ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നു. കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ ശീലങ്ങൾ നല്ല പെരുമാറ്റമാകും, നമ്മുടെ സ്വഭാവമായി മാറും. ആ സ്വഭാവം നമ്മുടെ വിധിയെ നിർണ്ണയിക്കും, നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കും. പണ്ടൊക്കെ പറയുമായിരുന്നു, യു വിൽ ഗെറ്റ് വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും എന്ന്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല പറയുന്നത്. യു വിൽ ഗെറ്റ് വാട്ട് യു ആർ. യു വിൽ ഗെറ്റ് വാട്ട് യു ആർ. നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലാണ്. നല്ല വ്യക്തിയായി കഴിഞ്ഞാൽ, നല്ല സ്വഭാവമുള്ള ആളായി കഴിഞ്ഞാൽ നല്ല ഒരു ഭാവി നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ ചീത്ത രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതോ ചീത്ത രീതിയിലുള്ള ഭാവിയുമായിരിക്കും. കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ല ശീലങ്ങൾ കണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ നല്ല ശീലങ്ങൾ അവരുടെ മുന്നിൽ പ്രകാശിക്കണമെന്ന്. നാം കർത്താവിനെ അനുസരിക്കുന്നവരായി മാറണം. അനുസരിക്കുന്നവരായി മാറുമ്പോൾ നമ്മുടെ നല്ല ശീലങ്ങൾ നമ്മുടെ ഭാവി കരുപിടിപ്പിക്കുന്നതിനും, നല്ല സ്വഭാവമുള്ളവരായിട്ട് നമ്മുടെ പിതാവിന്റെ മക്കളാണ് നാം എന്ന് മറ്റുള്ളവർ അറിയുന്നതിനും, ദൈവനാമത്തെ അതുവഴി മഹത്വപ്പെടുത്തുന്നതിനും ഇടയാവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ, നമ്മുടെ പിതാവായ ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ, നല്ല സ്വഭാവമുള്ളവരാകുമ്പോൾ, നല്ല ശീലങ്ങളുള്ളവരാകുമ്പോൾ, നല്ല പെരുമാറ്റങ്ങളുള്ളവരാകുമ്പോൾ, നല്ല സ്വഭാവമുള്ളവരാകുമ്പോൾ, നല്ല ഭാവിയുള്ളവരാകുമ്പോൾ നാമം പരിപൂർണരാക്കപ്പെടും. ഈ പ്രഭാതത്തിൽ പരിപൂർണരാക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം? അതെ, ഈ പ്രഭാതത്തിലെ ഈ ചിന്തകൾ വഴിയായിട്ട് പരിപൂർണരാകുവാൻ, ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അതുവഴി നല്ല ശീലങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് നാടിനും സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമുക്ക് തന്നെയും നല്ല മനുഷ്യരായി തീരുവാൻ ഈ ദൈവം തമ്പുരാൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.